Hi friends, welcome back to my new video. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു മൗസാണ്. നമ്മുടെ മൗസ് പാഡിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ട മൗസും കീബോർഡുമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പഠിച്ചിറങ്ങിയ അക്കൗണ്ട് ഉണ്ടാവുന്ന തോന്നുന്നത്. ഓക്കെ അപ്പോൾ ഗൈസ്, ഇതെന്ന് പറയുന്നത് ഇൻഡെക്സിൻ്റെ ഒരു മൗസും കീബോർഡുമാണ്. ഒരു RGB ബാക്ക്ലൈറ്റ് വരുന്നൊരു മൗസ് കീബോർഡ് കീസൊക്കെ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. 8 ബില്യൺ ക്ലിക്സ് ലൈഫ് ഒക്കെ ഉണ്ട്. പ്ലഗ് ആൻഡ് പ്ലേ പ്രീമിയം കീബോർഡ്, പിന്നെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്പെൽ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ബാക്ക്ലൈറ്റ് കളേഴ്സ്, RGB കളേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കീബോർഡാണ്. ജസ്റ്റ് ഇതിൻ്റെ ഇത് ഞാൻ പ്രൈസ് പറയുന്നില്ല, ഓരോ ടൈമിലും ഇതിൻ്റെ പ്രൈസ് വാരി ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഗൈസ്. ഇൻഡെക്സിൻ്റെ ആണ്, ഒരു അടിപൊളി കമ്പനിയാണ്. കീബോർഡ് മോശമല്ല, നമ്മുടെ പ്രിൻ്ററൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സൈഡിൽ നോക്കിയിട്ട് വന്നിട്ടുള്ളത് ഒപ്റ്റിമസ് പ്രീമിയം RGB ലിറ്റ് ഡിസൈൻ എഴുതിയിട്ടുണ്ട്. ഒപ്റ്റിക്കൽ പ്രസ്സാണ്. പിന്നെ ഇത് മെക്കാനിക്കൽ കീബോർഡൊന്നുമല്ല. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി മെക്കാനിക്കൽ കീബോർഡൊന്നും ഇതുവരെ ഞാൻ കണ്ടില്ല, കിട്ടാൻ പോകുന്നില്ല. റെഡ് സ്വിച്ച്, ബ്ലൂ സ്വിച്ച് അങ്ങനൊന്നുമല്ല, ജസ്റ്റ് വൈറ്റ് സ്വിച്ചാണ്. പിന്നെ ഇതിൻ്റെ ബേക്കിൽ കീബോർഡ് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് കൂടെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നല്ല ശരിക്കും പ്രൈസ്, കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 1000 എത്ര സംതിങ്ങാണ് ഇതിന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതിന് മുകളിൽ ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ ഉണ്ട് എഴുതിയിട്ടുണ്ട്. മാതിരി പിന്നെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മൗസിന് DP ഞാൻ പറഞ്ഞുതരാം. 1000 DP ആണ് മൗസിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് USB 2.0 ആണ്. ഇതിൻ്റെ മോഡൽ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഗൈസ് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്താണിത്. പിന്നെ കുറച്ച് പേഴ്സണൽ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. സിമ്പിളാണ് ഗൈസ്. അൺബോക്സ് ചെയ്യുന്നേരം എന്തായാലും പെട്ടിക്കുന്നത് ഒന്നുകൂടി ഒന്ന് റീപാക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ കീബോർഡ് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കസ്റ്റമൈസ് കീബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മൗസിന് പറ്റിയ കളർ വൈറ്റ് ഉണ്ട്. ഒരു വൈറ്റ് എനർജിയും ഒരു സ്പേസും അതാക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇതിൻ്റെ സൗണ്ട് വന്നിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഗൈസ് സൗണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, നോക്കണ്ട. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ബേക്ക് വന്നാൽ ഒരു ഫുള്ളി ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് വന്നിട്ടുള്ളത്. ബേക്ക് ഒരു അടിപൊളി പ്ലാസ്റ്റിക്കാണ് വന്നിട്ട്. ഒരു 2 ഇതുണ്ട്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ അതിങ്ങനെ കൈക്ക് ഒരു കംഫർട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഇത് പൊക്കി വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. മൗസ് കീബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ RGB കീബോർഡാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി വെക്കുകയാണെങ്കിൽ അത്യാവശ്യം. അപ്പോൾ ഗൈസ്, അപ്പോൾ പറഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാൻ നല്ല സുഖമാണ്. പക്ഷേ ഇങ്ങനെ വെച്ചാൽ കുറച്ചുകൂടി അടിപൊളിയാണ്. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ കുറച്ച് ഹൈറ്റ് ഇങ്ങനെ നിൽക്കും. അതായത് കുറച്ച് സ്ലൈഡ് ചെയ്ത മതി നിൽക്കും. ഓക്കെ ഓക്കെ അപ്പോൾ ഗൈസ്, ഇത് വന്നിട്ടുള്ളത് ഗൈസ് ഒരു വൈറ്റ് കളറുള്ള സ്വിച്ചാണ്. ഇത് ഇങ്ങനെയാണ് സംഭവം. ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാൻ സിമ്പിളാണ്. അങ്ങനെയാണ് കൊടുക്കൽ. ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് കീബോർഡിനെ പറ്റി പറയുന്നത്. പിന്നെ RGB ലൈറ്റ് ഉണ്ട് ഗൈസ്. RGB ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം ഇവിടെ. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ മൗസ്. ഇത് നമ്മുടെ ലോജിടെക്കിൻ്റെ മൗസ്. ഇത് മൗസ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനൽ എടുത്താൽ കാണാൻ പറ്റും.
ലോജിടെക്കിൻ്റെ മൗസ്. ഗൈസ് ഇതെന്ന് പറയുന്നത് ഈ ഡി കളറിൽ ബട്ടൺ ഉണ്ട് ഗൈസ്. മൗസൊക്കെ RGB കേട്ടോ. DP ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സ്കോർ വീലുണ്ട്. ഓക്കെ ഗൈസ്. പിന്നെ ഒരു 2 ബട്ടൺസ് പിന്നെ ഉണ്ട്. വേറെ എവിടെയും ബട്ടൺസ് ഒന്നുമില്ല. ഒരു ഗെയിം മൗസിൻ്റെ ഒരു ലുക്ക് കിട്ടുന്ന ഒരു ഡിസൈനാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. പിന്നെ ഗൈസ് ഇത് നമ്മുടെ സാധാ വയർലെസ് മൗസ്. ഇത് വയർഡാണ്. ഓക്കെ, ഇത് ലോജിടെക്കിൻ്റെ വയർലെസ് മൗസാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ വിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് കാണോ, ഇതിൻ്റെ സൗണ്ട് ആക്കുന്നത് ഇതിൻ്റെ കുറച്ച് ക്ലിക്കിങ് സൗണ്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതായത് ഇത് DP മാറ്റാനുള്ളത് നമ്മുടെ ഇത് പക്ഷേ ആ സൗണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് അതിന് ഇപ്പോൾ നല്ല റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചത്ത് നമ്മളിത് ഓൺ ആക്കുകയാണെങ്കിൽ ഇതിൻ്റെ RGB എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വെച്ചാൽ കാണാനും കൂടി പറ്റില്ല ഗൈസ്. ജസ്റ്റ് ഓൺ ആക്കാം. ഉണ്ടോ, റെഡാണ്. ഇത് ബ്രീത്തിങ് എഫക്റ്റാണ്, വേറൊരു എഫക്റ്റ് ഇതിലില്ല. ലാസ്റ്റ് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അടിപൊളിയാണ് ഗൈസ്. കണ്ടോ, ബ്രീത്തിങ് എഫക്റ്റ് പച്ച, ഇതൊരു ലൈറ്റ് ബ്ലൂ. ഓക്കെ, പിന്നെ ഇതിന് വന്നിട്ടുള്ളത് ഒരു പിങ്ക്, ഒരു പർപ്പിൾ കളർ. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മൗസിന് അടിപൊളി ഒരു ഡിസൈനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് മൗസിന് വന്നിട്ടുള്ളത്. ഒരു അടിപൊളി സുഖമാണ് ഗൈസ്, നല്ല സുഖമാണ് പിടിക്കാനുണ്ടോ. ഇതിന് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ട് ആയത് കാണൂല. ഇതിന് ലോജിടെക്കിൻ്റെ മൗസിന് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ട് ഇതാണ് ഗൈസ്. ഓക്കെ, ഞാൻ jസ്റ്റ് നമ്മുടെ കീബോർഡ് ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്ത് തരാം. ജസ്റ്റ് കാണിച്ചു തരാം. ഗൈസ് കീബോർഡ് നമ്മൾ ലാപ്പിലേക്ക് കുത്തുകയാണ്. ഗൈസ് നൈസ്. ഇതൊന്നും നോക്കാത്ത ചെയ്ത്. ഓക്കെ ഗൈസ്, നമ്മുടെ കീബോർഡ് ഒന്ന് ലൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് കണ്ടോ, ഈ ഒരു കളറേ നമുക്ക് കാണാൻ ഇതിൽ പറ്റുള്ളൂ. നമ്മുടെ ഇങ്ങനെ മഞ്ഞരോ വേറെ കളർ വരുന്ന സെറ്റപ്പ് ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു സെറ്റപ്പ് ഒരു അലർന്ന സെറ്റപ്പാണ്. കീബോർഡ് സുഖം കിട്ടുന്നില്ല. കുഴപ്പമില്ല ഗൈസ്, അടിപൊളിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ. വേറൊരു ഇത് ഇതിൻ്റെ സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. ജസ്റ്റ് നിങ്ങൾ കാണുന്നതല്ലോ, ഈ ഒരു സൈഡിൽ നിന്നാണ് ഇതിന് ലൈറ്റ് വരുന്നത്. ബേക്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ലൈറ്റൊക്കെ വരുന്നത്. ഈ ഒരു ടോപ്പ് ഭാഗത്തേക്ക് ലൈറ്റ് കുറവാണ് ഗൈസ്. ഈ ഒരു സൈഡിലേക്ക് ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ട് ലൈറ്റ് ഉണ്ട്. ഇവിടെ കണ്ടോ കുറച്ച് ലൈറ്റ് കുറവാണ്. പക്ഷെ എടുത്ത് നമുക്ക് രാത്രി ഇരുട്ടത്തൊന്നും വലിയ സീനൊന്നുമില്ല. അടിപൊളിയായിട്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നതാണ് ഗൈസ്. ഓക്കെ, കണ്ടോ ഗൈസ്, ഇതിന് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഇത് പറഞ്ഞ പൊക്കി വെച്ചാണ് അതാണ് ലൈറ്റ് കാര്യങ്ങൾ. റെഡ് ചുമല റെഡ്, പച്ച, ബ്ലൂ ഒരു അടിപൊളി കളറാണ്. ബ്ലൂ ആണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ആപ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതൊരു സുഖമില്ല ഗൈസ്. ഈ ഒരു 3 കളറാണ് ഇതിന് വരുന്നത്. ഇതാണ് വല്ല RGB എന്ന് പറയുന്ന സംഭവം.